നമസ്കാരം. ശശി തരൂരിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ജോർജ് സോറസിന്റെയോ ഡീപ് സ്റ്റേറ്റിന്റെയോ ഏജന്റ് ആണോ ശശി തരൂർ എന്ന ചോദ്യം ചില കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. ഈയിടെ കേരളത്തിൽ നിന്നാണ് മോദി സർക്കാരിനെതിരെ വലിയ നീക്കങ്ങൾ നടക്കുന്നത്. സൗത്ത് കോൺക്ലേവ് സംഘടിക്കപ്പെട്ടതും കേരളത്തിലാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ ധാരാളമായി കേരളത്തിൽ ഒളിച്ചും താമസിക്കുന്നു. അനുരാഗ് കശ്യപിനെ പോലെ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിൽ JNU-വിലടക്കം ചെന്ന് ശബ്ദമുയർത്തിയ സിനിമാക്കാരൻ പ്രിയപ്പെട്ട താവളം കേരളമാകുന്നത് എങ്ങനെയാണ്? ഡീപ് സ്റ്റേറ്റിന്റെ ഒരു താവളമായി കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കള്ള റിപ്പോർട്ടുകളുമായി മോദി സർക്കാരിനെയും BJP-യെയും മുട്ടുകുത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുടെ നാടാണ് ഇന്ത്യ. അദാനിക്കെതിരെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച ഹിൻഡൻബർഗ് റിസർച്ച് കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേൽ അദാനിയെ ശിക്ഷിക്കണം എന്ന് ആക്രോശിച്ച OCCRP എന്ന ജേർണലിസ്റ്റുകൾക്ക് പ്രാതിനിധ്യമുള്ള സംഘടനയ്ക്ക് പണം നൽകുന്നത് ജോർജ് സോറസ് ആയിരുന്നു. ഡൽഹിയിൽ BJP സർക്കാർ വന്നപ്പോൾ അതിൽ BJP ടിക്കറ്റിൽ ജയിച്ചവരിൽ പലരും ക്രിമിനലുകളാണ് എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ADR എന്ന സംഘടന ജോർജ് സോറസിന്റെ പണം വാങ്ങുന്നവരാണ്. ഇപ്പോൾ കേരളം വ്യവസായ രംഗത്ത് കുതിക്കുന്നു എന്ന് ശശി തരൂർ പ്രസ്താവിച്ചത് ഇതുപോലെ ഒരു സംഘടനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് എന്ന പേരിലുള്ള റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് കേരളം വ്യവസായ വളർച്ച നേടിയിരിക്കുന്നു എന്ന് ശശി തരൂർ അവകാശപ്പെടുന്നത്. ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തെ ശശി തരൂർ പ്രശംസിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ സ്റ്റാർട്ടപ്പ് ജനോം എന്ന റിസർച്ച് ഗ്രൂപ്പാണ് ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ജനോം എന്ന റിസർച്ച് ഗ്രൂപ്പിന് ആരാണ് പണം നൽകുന്നത് എന്ന് അറിവായിട്ടില്ല. ഇത് ഡീപ് സ്റ്റേറ്റുകളുടെ ഏജന്റുമാരായ ഏതെങ്കിലും സംഘടനയാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. തങ്ങൾ 66 രാജ്യങ്ങളിലെ 600-ൽ പരം മന്ത്രിമാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് സ്റ്റാർട്ടപ്പ് ജനോം എന്ന റിസർച്ച് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. ഇത് ഏതെല്ലാം രാജ്യങ്ങൾ, ഏതെല്ലാം മന്ത്രിമാർ എന്ന് ഒരു വ്യക്തതയുമില്ല. ഈ റിപ്പോർട്ടിന്റെ വസ്തുതകൾ അന്വേഷിക്കാതെ അതിനെ അപ്പാടെ ഉയർത്തിപ്പിടിച്ച് കേരളം വ്യവസായ രംഗത്ത് കുതിക്കുന്നു എന്ന് ശശി തരൂർ പറയാൻ കാരണം എന്താ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തുതരം വളർച്ചയാണ് കേരളത്തിൽ വ്യവസായിക രംഗത്ത് നടക്കുന്നത് എന്ന് കേരളത്തിലുള്ളവർക്ക് എന്തായാലും അറിയില്ല. കേരളത്തിലെ 254% വളർച്ച വ്യവസായ മേഖലയിലെ നിക്ഷേപത്തിന്റെ വളർച്ചയാണോ വിറ്റുവരവിലെ വളർച്ചയാണോ എന്നൊന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുമില്ല. എന്നിരിക്കെ ശശി തരൂർ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് എടുത്ത് ഉദ്ധരിച്ചത് എന്നതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണോ ശശി തരൂർ അടിത്തറയില്ലാത്ത ഒരു വിദേശ സംഘടന പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിക്കുകയും കേരളത്തെ ശ്ലാഘിക്കുകയും ചെയ്തത് എന്ന കാര്യമാണ് ഉയർന്നു വരുന്നത്.